ഹലോ ഗൈസ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവൽ വിളയിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ടു മൈ ചാനൽ വിബിയച്ചു ഹോം. ഒരു പാനൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പോളം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ശർക്കരയിലെ ചെറിയ കട്ടകളെല്ലാം നല്ലതുപോലെ മെൽറ്റായി ഉരുകി നല്ലൊരു ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. നല്ലൊരു ശർക്കരപ്പാനി ആയതിനു ശേഷം 1 മിനിറ്റോളം ഇതൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഒരു അരിപ്പ വെച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ശർക്കരയിലെ കല്ലും മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്ത പാനി ഞാനിപ്പോൾ നല്ലൊരു ചൂടുകട്ടിയുള്ള വാവിസ്താരമുള്ള നല്ലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. തീ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കുക. കൈ എടുക്കാതെ ഇളക്കി കൊടുത്ത് കൊണ്ട് തിളപ്പിച്ചെടുക്കുക. നല്ലപോലെ ഇതുപോലെ പതയൊക്കെ വരും. അങ്ങനെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ തവിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പായിട്ട് ഇങ്ങനെ ഒഴിച്ച് നോക്കുക. അപ്പോൾ ലാസ്റ്റിലത്തെ ഡ്രോപ്പ് ഇച്ചിരി കട്ടിയായിട്ട് ഈ ഒരു പരുവത്തിൽ കട്ടിയായിട്ട് ഇങ്ങനെ വീരുവാണെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ നമ്മൾ കുറച്ച് 3 കപ്പോളം തേങ്ങ ഞാൻ തിരുമ്മി ചേർക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അവൽ വിളയിച്ചതിൽ ഇച്ചിരി തേങ്ങ ഇച്ചിരി കൂടിയിരുന്നാലും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ 3 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ശർക്കര വെള്ളത്തിൽ നല്ലതുപോലെ തേങ്ങ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് തേങ്ങ നല്ലതുപോലെ മിക്സ് ആക്കി കെട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്ത് ശർക്കര വെള്ളം കുറച്ച് കാണാൻ പറ്റും. ഈ വെള്ളം ഇല്ലാതെ, ഒട്ടും വെള്ളമില്ലാതെ തേങ്ങ നല്ല റോസ്റ്റാക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ തന്നെ ഒട്ടും വെള്ളമില്ലാതെ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ആറാനായിട്ട് വെക്കാം. ഒത്തിരി ആറണ്ട, ചെറുതായിട്ടൊരു ചൂട്, അത്രയും നല്ല തിളച്ച ചൂടിലേക്ക് നമ്മൾ അവലിട്ട് കൊടുക്കരുത്. ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു 250 ഗ്രാമോളം അവലെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ അവൽ വിളയിക്കാനായിട്ട് ബ്രൗൺ അവലാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അവൽ ചേർത്ത് കൊടുത്ത് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് ഒരു 10 സെക്കൻഡോളം ഒന്ന് റോസ്റ്റ് ചെയ്യുക. കടലപ്പരിപ്പ് ഒരുപാട് റോസ്റ്റ് ആക്കരുത്, കടലപ്പരിപ്പ് കട്ടിയായിപ്പോൾ. അതിലേക്ക് പിന്നെ ഒരു 10-12 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാഷ്യൂനട്ട് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ള് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം. എള്ള് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാടിട്ട് റോസ്റ്റ് ചെയ്യരുത്, എള്ള് കഴിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ അവൽ മിക്സ് ചെയ്തതിനകത്തിലേക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള കടലപ്പരിപ്പ് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ അവൽ വിളയിച്ച് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അവൽ വിളയിക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടുകട്ടിയുള്ള വാവസ്ഥാരമുള്ള പാത്രം കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഈ രീതിയിൽ അവൽ വിളയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 2-3 ആഴ്ച വരെയൊക്കെ ഒട്ടും കേടുകൂടാതെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.